أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويقولون متى هذا الوعد إن كنتم صادقين. لو يعلم الذين كفروا حين لا يكفون عن وجوههم النار ولا عن ظهورهم ولا هم ينصرون. بل تأتيهم بغتة فتبهتهم فلا يستطيعون ردها ولا هم ينظرون. ولقد استهزئ برسل من قبلك فحاق بالذين سخروا منهم ما كانوا به يستهزئون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായിട്ടുള്ള പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 38 മുതൽ 41 വരെയുള്ള ആയാത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. മാഷാ അല്ലാഹ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ഒരു വിശദീകരണവുമായിട്ട് നമുക്ക് തുടങ്ങാം. അതായത് 37-ാമത്തെ ആയത്തിൽ നമ്മൾ ഖുലിഖൽ ഇൻസാനു മിൻ അജൽ സഉരീകും ആയാതി ഫലാ തസ്തഅജിലൂൻ എന്നാണല്ലോ വായിച്ചത്. ഈ ആയത്തിലൂടെ മനുഷ്യൻ്റെ സൃഷ്ടിയിൽ തന്നെ ഒരു പ്രകൃത സ്വഭാവമായ ധൃതി എന്നുള്ള കാര്യമുണ്ട് എന്നുള്ളതാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. അതായത് അള്ളാഹു മനുഷ്യന് ജന്മനാ നൽകിയ ഈ ധൃതി എന്ന സ്വഭാവത്തെ പറ്റി പറയുകയാണ്. പക്ഷേ ഈ ധൃതിയുടെ പേരിൽ മനുഷ്യനെ കുറ്റപ്പെടുത്താൻ ന്യായമില്ല എന്നും മനുഷ്യൻ്റെ സ്വാധീനത്തിനും പ്രവർത്തനത്തിലും പെടാത്ത ഒന്നിനെപ്പറ്റി ആക്ഷേപിക്കുന്നത് കൊണ്ട് എന്താണ് ഫലം എന്നൊക്കെ ഈ ആയത്തിൻ്റെ വിശദീകരണം ആയത്ത് കണ്ടുകൊണ്ട് അതിനെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. പക്ഷേ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണ് മനുഷ്യൻ ധൃതിപ്പാടുള്ളവനാണ് എന്ന് വ്യക്തമാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു പറയുകയാണ്, ഇത് ഒരിക്കലും കുറ്റപ്പെടുത്താനല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് ധൃതി എന്ന് പറഞ്ഞത് കൊടുത്തത് അത് അവന് ആവശ്യമുള്ളത് കൊണ്ടാണ്. എന്തിനാവശ്യം? ധൃതി എന്ന സ്വഭാവമില്ലായിരുന്നുവെങ്കിൽ ആ മനുഷ്യന് നന്മകൾ ചെയ്യാൻ ഒരു ആവേശം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നന്മകൾ ചെയ്യുന്നതിൽ അവൻ വളരെ സ്ലോ ആയിരിക്കും, അല്ലെങ്കിൽ നന്മകൾ തക്ക സമയത്ത് പ്രവർത്തിക്കാനുള്ള ഒരു ആവേശം, അല്ലെങ്കിൽ സൽക്കാര്യങ്ങളിൽ മുന്നോട്ട് വരാനുള്ള ഒരു ആജ്ഞയൊന്നും അവന് ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു മനുഷ്യന് ധൃതി എന്ന് പറയുന്ന സ്വഭാവം നൽകിയിരിക്കുന്നത് എന്നാണ്. എന്നാൽ ഈ വചനത്തിലും മറ്റും ധൃതിയെപ്പറ്റി ആക്ഷേപിക്കുന്നത് ഈ സ്വഭാവം മനുഷ്യനിൽ ഉണ്ടെന്നതിനെ ഉദ്ദേശിച്ചല്ല എന്നും അതിനെ ദുരുപയോഗപ്പെടുത്തുന്നതിനെ ഉദ്ദേശിച്ചാകുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കും. അതായത് കോപം, മോഹം മുതലായി പ്രകൃതിസിദ്ധമായ മറ്റു സ്വഭാവങ്ങളുടെ സ്ഥിതിയും ഇത് തന്നെയാണ്. സമയത്തും അസമയത്തും അത് ഉപയോഗപ്പെടുത്തുക, ആവശ്യത്തിൽ കവിഞ്ഞ അളവിൽ അത് ഉപയോഗപ്പെടുത്തുക, ഇതൊക്കെ ആക്ഷേപാർഹമായതാണ്. അല്ലാതെ ധൃതി എന്ന് പറയുന്നത് തീരെ പാടില്ല, അല്ലെങ്കിൽ ധൃതി മനുഷ്യന് കൊടുത്തു എന്നുള്ളത് കൊണ്ട് മനുഷ്യൻ കാര്യങ്ങൾ ധൃതിയിൽ ചെയ്യുന്നതിന് ആക്ഷേപിക്കുക, അങ്ങനെയുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ സന്ദർഭത്തിലും മനുഷ്യന് ധൃതി ആവശ്യം തന്നെയാണ്. ധൃതിയില്ലാതെ മനുഷ്യൻ ക്ഷമ സ്വീകരിക്കണം, അല്ലേ? ക്ഷമ ഒക്കെ ആദ്യഘട്ടത്തിലാണ് വേണ്ടത് എന്നാണല്ലോ. അപ്പോൾ ഏതവസരത്തിലും മനുഷ്യന് ദേഷ്യം വരാതെ ശാന്തമായിരിക്കുക, ഏതൊന്നിലും മോഹമില്ലാതെ നിർവികാരമായിരിക്കുക എന്നിവയെല്ലാം മനുഷ്യനെ അങ്ങേയറ്റം അധപ്പതനത്തിലേക്കാണ് കൊണ്ടുപോകുക. ഇങ്ങനെയുള്ള സ്വഭാവങ്ങളെ നിയന്ത്രിക്കുവാനുള്ള കഴിവും മാർഗദർശനവും അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട്. അവ അനിയന്ത്രിതമായി തീരുന്നതാണ് ആക്ഷേപാർഹം എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യൻ അള്ളാഹു നൽകുന്ന പ്രകൃതി സ്വഭാവങ്ങളെപ്പറ്റി അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. മനുഷ്യനെ നാം വളരെ ചൊവ്വായ പ്രകൃതിയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലേ? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, നമുക്കെല്ലാം പരിചയമുള്ളതാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ കുറേ ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാവകാശം എല്ലാ കാര്യത്തിലും ഗുണകരമാണ്. പ്രത്യേകിച്ചും പരലോക കർമ്മങ്ങളിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിങ്ങനെ സൽക്കാര്യങ്ങളെല്ലാം പരലോകത്തേക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു ധൃതിപ്പാടുണ്ടാവുക, അത് കൂടുതൽ ചെയ്യണമെന്നുള്ള ഒരു ആവേശം ഉണ്ടാവുക എന്നുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി
ഇന്ന് ഓതി വെച്ച ആയത്തിൽ ഒന്നാമത്തെ ആയത്ത് എന്താണ്? വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ. അവർ പറയുന്നു, അതായത് അവിശ്വാസികളെ സംബന്ധിച്ചാണല്ലോ പറയുന്നത്, ഈ വാഗ്ദാനം എപ്പോഴാണ് ഉണ്ടാവുക? ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണ് എങ്കിൽ എന്ന്. അപ്പോൾ അവിശ്വാസികളുടെ ഒരു പരിഹാസ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പരിഹസിച്ച് ചോദിക്കുന്നത്, അതുപോലെയുള്ള ഒരു പരിഹാസ്യവാക്യമാണ്, സംസാരമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? ലൗ യഅലമുല്ലദീന കഫറു, ഈ പരിഹസിക്കുന്ന അവിശ്വാസികളുണ്ടല്ലോ, അവരറിഞ്ഞിരുന്നുവെങ്കിൽ, ഹീന ലാ യകുഫൂന അൻ വുജൂഹിഹിമുൻ നാറ, ഹീന ആ സമയം, അവസരം, ഏതവസരം? ലാ യകുഫൂന അൻ വുജൂഹിഹിം, അവരുടെ വജ്ഹുകളെ തടയാത്ത അവസരങ്ങളെ, സന്ദർഭങ്ങളെ, വജ്ഹും വുജൂഹ് നമുക്കറിയാം. അപ്പോൾ അവരുടെ മുഖങ്ങളെ തടയാത്ത ഒരു സന്ദർഭത്തെ പറ്റി അവിശ്വാസികൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, അതുപോലെ തന്നെ വലാ അൻ ളുഹൂരിഹിം, അവരുടെ മുതുകുകളെയും, ലഹുർ മുതുകുകളെയും തടയാത്ത ഒരു അവസരത്തെ പറ്റി അവരറിഞ്ഞിരുന്നുവെങ്കിൽ, വലാഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുന്നതല്ല, അവർക്ക് ഒരു സഹായവും സിദ്ധിക്കപ്പെടുന്നതല്ല എന്നുള്ള അവസരവും അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ. എന്താ അല്ലാഹ് പറഞ്ഞത്? തങ്ങളുടെ മുഖങ്ങളിൽ നിന്നാകട്ടെ മുതുകുകളിൽ നിന്നാകട്ടെ അഗ്നിയെ തടയാതിരിക്കുകയും തങ്ങൾ സഹായിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തെപ്പറ്റി അവിശ്വാസികൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് അവരുടെ ആ ഒരു പരിഹാസ്യ ചോദ്യത്തിന് അള്ളാഹ് മറുപടി കൊടുക്കുകയാണ് 40-ാമത്തെ ആയത്തിലൂടെ. ബൽ തഅതീഹിം ബഗ്തതൻ ഫതബ്ഹതുഹും ഫലാ യസ്തതിഊന റദ്ദഹാ വലാ ഹും യുൻളറൂൻ. ബൽ തഅതീഹിം ബഗ്ത, എന്നാൽ അത് ബഗ്തത്തായിട്ട് അതവർക്ക് വന്നെത്തും, പെട്ടെന്ന് അവർക്ക് വന്നെത്തും. ഏത്? നിങ്ങൾ ഈ പറയുന്ന ശിക്ഷയും അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന അന്ത്യസമയവുമൊക്കെ എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചല്ലോ. അള്ളാഹ് പറയാണ്, അത് നിങ്ങൾക്ക് പെട്ടെന്ന് വന്നെത്തും. ഫതബ്ഹതുഹും, അപ്പോൾ അത് നിങ്ങളെ എന്ത് ചെയ്യും? തബ്ഹതഹും, ബഹത്ത എന്ന് പറഞ്ഞാൽ അമ്പരപ്പിക്കുക എന്നാണ്. അത് നിങ്ങളെ അമ്പരപ്പിക്കുന്നതാണ്. പെട്ടെന്ന് വന്നെത്തുമെന്ന് മാത്രമല്ല, അത് വന്നെത്തുമ്പോൾ നിങ്ങളെല്ലാം പേടിച്ച് അമ്പരന്ന് പരിഭ്രമിച്ചു പോകുമെന്നാണ്. ഫലാ യസ്തതിഊൻ, അപ്പോൾ അവർക്ക് കഴിയുകയില്ല എന്നാണ് അല്ലാഹ് പറയുന്നത്. റദ്ദഹ, അതിനെ തടുക്കുവാൻ. വലാഹും യുൻളറൂൻ, അവർക്ക് ഒഴിവ് കൊടുക്കപ്പെടുകയുമില്ല, ഒരിട കൊടുക്കപ്പെടുകയുമില്ല എന്ന് അല്ലാഹ് പറയുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് വന്നെത്തുമെന്നും തന്നിമിത്തം അതവരെ അമ്പരപ്പിക്കുമെന്നും. ബൽ തഅതീഹിം എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് വന്നെത്തുക എന്നാണ്. ഞാൻ നിങ്ങൾക്ക് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ഒരു സംസാരമാണ്. ഇവിടെ ആയത്തിൻ്റെ അർത്ഥം അതവർക്ക് പെട്ടെന്ന് വന്നെത്തും, തന്നിമിത്തം അതവരെ അമ്പരപ്പിക്കും, അപ്പോൾ അത് തടുക്കുവാൻ അവർക്ക് സാധിക്കുന്നതല്ല, അവർ ഇടകൊടുക്കപ്പെടുന്നതുമല്ല എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം ഇവരുടെ ഈ ചോദ്യം, അതിനകത്ത് കൊടുക്കുന്ന മറുപടി, അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. അത് സംഭവിക്കുന്നത് എപ്പോഴാണെന്നല്ല ആലോചിക്കേണ്ടത് എന്നും, മറിച്ച് അതുണ്ടാകുന്നത് വളരെ പെട്ടെന്നായിരിക്കുമെന്നും, അപ്പോൾ അത് തടയുവാനോ തടുക്കുവാനോ അതിൽ നിന്ന് രക്ഷപ്പെടുവാനോ അല്ലെങ്കിൽ രക്ഷ കിട്ടുവാനോ ഉള്ള ഒരു മാർഗവും സ്വീകരിക്കാൻ ആർക്കും സാധ്യമല്ല എന്നും അള്ളാഹു അറിയിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള ഈ നില തുടർന്നു പോകുന്ന പക്ഷം നിങ്ങളുടെ ശരീരത്തെ മുഴുവൻ ബാധിക്കുന്ന, നിങ്ങളെ ആർക്കും സഹായിക്കപ്പെടാൻ കഴിയാത്ത, നിങ്ങൾ ആർക്കും ആ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അത് നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ്. അതാണ് നരകശിക്ഷയാണ് ഇതിൻ്റെ പിന്നിൽ ഓരോരുത്തരും ഏറ്റുവാങ്ങേണ്ടി വരിക എന്ന് അള്ളാഹു ഈ ആയത്തിൻ്റെ ഉള്ളടക്കം അതാണ്. പെട്ടെന്ന് വരുമെന്നും ഒരു സഹായവും കിട്ടൂല എന്നും നിങ്ങൾക്ക് കൊടുക്കപ്പെടുകയുമില്ല എന്നൊക്കെ പറഞ്ഞതിൽ നിന്ന് വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം പരിഹാസ്യവാക്യങ്ങൾ, ധൃതിപ്പാടോടുകൂടിയുള്ള എടുത്തുചാട്ടങ്ങൾ മനുഷ്യന് മഹാപരാജയത്തിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുക എന്നും, മറിച്ച് മനുഷ്യൻ വേണ്ടത് അതിനു വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് എന്നും ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്.
അതാണ് അടുത്ത ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്, വലഖദ് സ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബ്ലിക ഫഹാഖ ബില്ലദീന സഖിറൂ മിൻഹും മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. നബിയെ, നിനക്കു മുമ്പും പല റസൂലുകളും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അള്ളാഹ് പറഞ്ഞത്. വലഖദ് സ്തുഹ്സിഅ, പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. പരിഹാസം കഴിഞ്ഞ ആയത്തിൽ കണ്ടല്ലോ. ബിറുസുലിൻ, പല പ്രവാചകന്മാരും, മിൻ ഖബ്ലിക, നിനക്ക് മുമ്പ്. അപ്പോഴോ ഫഹാഖ ബില്ലദീന സഖിറൂ, അവർ പുച്ഛിച്ചവർക്ക് എന്ത് ഉണ്ടായി? വന്നെത്തി, അനുഭവപ്പെട്ടു എന്നാണ്. ഫഹാഖ, അപ്പോൾ അനുഭവപ്പെട്ടു. ബില്ലദീന സഖിറൂ, പരിഹസിച്ച ആളുകൾക്ക്, പുച്ഛിച്ച ആളുകൾക്ക്, മിൻഹും, അവരിൽ നിന്ന്, മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, അവർ എന്തൊന്നുകൊണ്ടാണോ പരിഹസിച്ചിരുന്നത്, എന്തിനെ സംബന്ധിച്ചാണോ കളിയാക്കിയിരുന്നത്, ധൃതി കൂട്ടിയിരുന്നത്, ആ ശിക്ഷ അവർക്ക് വന്നെത്തുക തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ഇതുപോലെ മുമ്പ് പല നബിമാരുടെയും ചരിത്രം ഇത് തന്നെയാണ്. അവിശ്വാസികൾ അവരെ പരിഹസിച്ചു. ആ പരിഹസിച്ച ആളുകൾ എന്തൊന്നുകൊണ്ട് പരിഹസിച്ചുവോ ആ ശിക്ഷ അവർക്ക് വന്നെത്തി, അതവർ അനുഭവിച്ചു എന്നുള്ള കാര്യം നമ്മളെല്ലാം ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് ഇതിൽ നിന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, പ്രിയമുള്ളവരെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വാഗ്ദാനങ്ങൾ അത് പുലരുക തന്നെ ചെയ്യും. അത് പുലരുന്ന സമയത്തേക്ക് വേണ്ടി നമ്മൾ റെഡിയാകുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. ഏതേത് ശിക്ഷകളും അല്ലെങ്കിൽ ഏതേത് പരീക്ഷണങ്ങളും മനുഷ്യന് ഏതേത് സമയത്തും വരാൻ സാധ്യതയുണ്ട് എന്നും, അങ്ങനെ വന്നാൽ അതിൽ നിന്ന് പിന്മാറി പോകാനോ അല്ലെങ്കിൽ രക്ഷ കിട്ടുവാനോ ഒരു മാർഗവും കണ്ടെത്താൻ ആരുമുണ്ടാവുകയില്ല എന്നും മനസ്സിലാക്കുകയും അത്തരം ദുരന്തങ്ങളും പരീക്ഷണങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശിക്ഷയും അന്ത്യസമയവുമെല്ലാം വരുന്നതിന് മുമ്പ് നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണമെന്നും ആണ് വിശ്വാസികൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടുന്ന പാഠം. നമുക്കറിയാലോ, നമ്മുടെ അടുത്ത് നടന്ന വയനാട് ദുരന്തം അല്ലേ? ഈ ഒരു വയനാട് ദുരന്തത്തിന് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു ദുരന്തം ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും നിങ്ങൾ മാറിപ്പാർക്കണമെന്നും എല്ലാം അവർക്ക് മുന്നറിയിപ്പ് കിട്ടിയിട്ട് പോലും ചിലരൊക്കെ എന്ത് ചെയ്തു? നമുക്കറിയാം എത്രത്തോളം ആളുകളാണ് അവിടെ നഷ്ടപ്പെട്ടത് എന്ന്. ചെറിയൊരു അറിയിപ്പ് കിട്ടിയിട്ട് പോലും അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. റബ്ബിൻ്റെ തീരുമാനമാണ് അവിടെ നടന്നത്. ഇത്രയേറെ വിവര സാങ്കേതിക വിദ്യയുടെ ഉത്തുംഗതയിൽ വിരാജിക്കുന്ന ഈ ആധുനിക യന്ത്ര സാമഗ്രികളുടെ സഹായത്തോടു കൂടിയെല്ലാം ജീവിക്കുന്ന ആളുകളായിട്ട് പോലും അതിനൊക്കെ കീഴടങ്ങുന്ന അല്ലേ, എത്ര തന്നെ വിദ്യാസമ്പന്നരായ ആളുകളായിട്ട് പോലും ഇത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്ക് കീഴടങ്ങേണ്ടി വരുന്ന പല മേഖലകളും നമ്മൾ കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മയെല്ലാം അത്തരം ദുരന്തങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ സഞ്ചരിക്കുകയും അതിൻ്റെ ആഴങ്ങളിലിറങ്ങിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇത്തരം സംഭവങ്ങളെപ്പറ്റിയെല്ലാം വിശദമായി പഠിക്കുകയും അള്ളാഹുവിനോട് ദുരന്തങ്ങളിൽ നിന്നെല്ലാം കാവൽ ചോദിക്കുകയും അതിനു വേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കുകയും അതിനുവേണ്ടി റെഡിയായി ജീവിക്കുകയും ഏതൊരു സമയത്തും മരണമാകട്ടെ, ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെയുള്ള മരണമാകട്ടെ, എന്തൊന്നു വന്നാലും അതിന് സന്തോഷത്തോടുകൂടി കീഴടങ്ങാനുള്ള സൗഭാഗ്യം തന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഓരോരുത്തരെയും മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ബലാഇ വൽ വബാഇ വൽ ഗദാബി വൽ ഫിതൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.